ക്ലാസ്സിലൊന്നും കുട്ടികൾ അറ്റൻറ്റീവായി ഇരിക്കില്ല, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് തീരെ എഫക്റ്റീവ് അല്ല. ഇതാണ് മിക്ക പാരന്റ്സിന്റെയും കൺസേൺ. എന്നാൽ കൃത്യമായ മെന്റർഷിപ്പ് കൊടുത്താൽ ഓൺലൈൻ ലേണിംഗ് ആണ് ദി ബെസ്റ്റ്. ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ XandYയിൽ എങ്ങനെയാണ് നമ്മൾ മെന്റർഷിപ്പ് ചെയ്യുന്നു എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൈസെൽഫ് ലതീദ നസ്രിൻ, ഐ ആം ദി ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ. IITiansum NITiansum ഡോക്ടേഴ്സും ചേർന്ന് തയ്യാറാക്കിയ സിലബസും അവർ തന്നെ നയിക്കുന്ന ക്ലാസ്സുകളുമായതുകൊണ്ട് തന്നെ XandY ലേണിംഗിന്റെ അക്കാദമിക് പാർട്ട് വളരെ സ്ട്രോങ് ആണ്. എന്നാൽ അത് മാത്രം പോരാ, മറിച്ച് അത് കൃത്യമായി സ്റ്റുഡൻസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യണം. അതിനാണ് നമ്മൾ മെന്ററിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് 1 year ഇപ്പം മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മെൻറ്റർ എനിക്ക് ഈ ജോലി കിട്ടിയത് ഞാൻ BEd പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി സൈക്കോളജി എങ്ങനെയാണ് ഓരോ സ്റ്റുഡൻസിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് XandYയിൽ മെൻറ്ററായി ജോയിൻ ചെയ്തപ്പോഴാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോഴാണ് മെൻറ്റർഷിപ്പിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയത്. പഴയ സ്റ്റുഡൻസൊക്കെ ഇപ്പോഴും കോൺടാക്ട് വയ്ക്കുന്നുണ്ട്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഓരോരുത്തരുടെയും പഠന രീതികളും സ്വഭാവവും അതുപോലെ തന്നെ പഠനത്തോടുള്ള ആറ്റിറ്റ്യൂഡും എല്ലാം വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്തതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ കുട്ടിയെയും അറിഞ്ഞുകൊണ്ട് അവരോട് ഇടപഴകുക എന്നുള്ളതാണ് മെന്റർഷിപ്പിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ കൃത്യമായിക്കൊണ്ട് ഓരോ കുട്ടിയെയും ഫോളോ ചെയ്യുകയും അവരുടെ രജിസ്റ്റർ കീപ്പ് ചെയ്യുകയും അത് അവരുടെ പ്രോഗ്രസും മറ്റു കാര്യങ്ങളും സമയാസമയങ്ങളിൽ രക്ഷിതാക്കളെ അറിയിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഫാക്കൽറ്റീസും മറ്റ് എൻ്റെ ടീമുമായി കുട്ടികളുടെ പഠന കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ ഭാഗത്തു നിന്നും ഒരു പ്രഷർ ഉണ്ടാവും. സ്കൂളിൽ നിന്നാണ്, ഫാമിലിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും 10th സ്റ്റാൻഡേർഡ് അല്ലേ എന്നൊക്കെ. അപ്പോൾ എൻ്റെ കുട്ടികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, മാം ടെൻഷൻ ആവുന്നു. അപ്പോൾ മെൻറ്റർ എന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഒരു സപ്പോർട്ട്, ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ അവരോട് സംസാരിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പാരൻസ് അവരുടെ കുട്ടികളെ ഒരു മെന്ററിന് ടോട്ടലി അങ്ങ് ഏൽപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അവരുടെ എല്ലാ ഇമോഷണൽ ഫീലിങ്സും നമ്മളോട് പങ്കുവെക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. XandY ഓരോ കുട്ടികൾക്കും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണൽ മെന്ററെയാണ് അസൈൻ ചെയ്യുന്നത്. ഗൈഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കാനും ഒക്കെ മെന്റേഴ്സ് അവരുടെ കൂടെ ഉണ്ടാവും. നല്ലൊരു സപ്പോർട്ട് ആയിരിക്കും മെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെന്റേഴ്സ് അവരുടെ റോൾ മോഡൽ ആയിരിക്കും, ടീച്ചർ ആയിരിക്കും, കൗൺസിലർ ആയിരിക്കും, അഡ്വൈസർ ആയിരിക്കും, അവരുടെ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കും. ഒരു മെൻറ്റർ എന്ന രീതിയിൽ ഒരു അക്കാഡമിക് സപ്പോർട്ടും മോട്ടിവേഷനും കൊടുക്കാനാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഓരോ സ്റ്റുഡൻസിലെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി ഓരോരുത്തരോടും സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കതിനകത്ത് ഏറ്റവും ഹാർട്ട് ടച്ച് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 8th ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം പഠിക്കാൻ ആ കുട്ടി ഭയങ്കര പുറകിലേക്ക് പോയിട്ടുണ്ട്. അപ്പം മാം ഒന്ന് വിളിച്ചിട്ട് അവരോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്റ്റുഡൻറ്റിനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കുട്ടിയിൽ നന്നായി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചതിന് ശേഷം. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഹാപ്പി. സ്റ്റുഡൻസിന് കിട്ടുന്ന ഓരോ അച്ചീവ്മെൻറ്റ്സും അവർ ആദ്യം തന്നെ നമ്മൾ മെൻറ്റേഴ്സിനെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം ഭയങ്കര സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. അപ്പോഴാണ് മെൻറ്റേഴ്സിൻ്റെ അവർ നമ്മളെ എത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമയങ്ങളിലാണ്. നമ്മുടെ കോഴ്സിൽ വൺസ് ഒരു സ്റ്റുഡന്റ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള ഷെഡ്യൂൾ അക്കാദമിക് ടീം പ്രൊവൈഡ് ചെയ്യുകയും അത് സമയാസമയങ്ങളിൽ ടെക്നിക്കൽ ടീം റിലീസ് ചെയ്യുകയും ചെയ്യും. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല, ഒരു സ്റ്റുഡന്റ് വളരെ കൃത്യമായി അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ വളരെ നിർബന്ധമാണ്. അതാണ് നമ്മുടെ മെന്റേഴ്സ് ചെയ്യുന്നത്. അവർ ക്ലാസ് കാണുന്നുണ്ടോ, അതിനുശേഷം അവർ ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ക്വിക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഓരോ ലെസണിനും ശേഷം ഓരോ ചാപ്റ്ററും റിലീസ് ചെയ്തതിനു ശേഷമുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അവരുടെ മാർക്സ് എത്രത്തോളമാണ്, ഇതെല്ലാം കൃത്യമായി അനലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഓരോ സ്റ്റുഡന്റിന്റെയും പ്രോഗ്രസ് കൃത്യമായി അത് ഫോളോ ചെയ്യുകയും ചെയ്തുകൊണ്ട് അവർ പിന്നോട്ട് പോവുകയാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മെന്റർഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ക്ലാസ്സുകൾ കാണുന്നതിനിടയിൽ സ്റ്റുഡൻസിന് വല്ല ഡൗട്ട്സും വരികയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ തന്നെ ലഭ്യമാണ്. അതുമാത്രമല്ല 24/7 മെന്റേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഫാക്കൽറ്റീസുമായി നേരിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസിനുള്ള സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പ്രോഗ്രസ് നോക്കുന്ന സമയത്ത് പിള്ളേരിൽ നമുക്ക് തന്ന പ്രോമിസ് ഒക്കെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ പ്രോഗ്രസ് നമ്മൾ മാം ഇന്ന ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. 8th സ്റ്റുഡൻസിനെയാണ് ഞാൻ മെന്റർഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പാരൻസിനെ എന്നെ കോൾ ചെയ്തിട്ട് പറയാറുണ്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അവരുടെ സ്കൂൾ ലെവൽ എക്സാംസിലാണെങ്കിൽ പോലും അവർ ടോപ്പ് എത്താറുണ്ട്.
ഓരോ സ്കൂളിലും ടോപ്പേഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കും. അവരുടെ ഇത് വരുന്ന നോക്കിയപ്പോൾ 3 കുട്ടികളുണ്ട് എന്നാൽ സ്റ്റാറ്റസ് ഇട്ടവരെ അവരുടെ എന്താ പറയുക ഈ ഹാഫർലി എക്സാം കഴിഞ്ഞപ്പം അത് ടോപ്പേഴ്സ് ആയ 3 സ്റ്റുഡൻസും എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ഭയങ്കര. ഫസ്റ്റ് മെൻറ്റി ക്വിസിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ് വിൻ ചെയ്തത്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ അവരുടെ പാരൻസും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പം ഓരോ സ്റ്റുഡൻസിനും മെൻറ്റി ക്വിസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. നിരവധി ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഇന്ന് ലഭ്യമാണ്. എന്നാൽ അവയിൽ മിക്കതും എഫക്റ്റീവ് അല്ലാത്തതിന്റെ കാരണം ഇത്തരത്തിലൊരു വ്യവസ്ഥാപിതമായ ഒരു മെന്റർഷിപ്പ് സംവിധാനം ഇല്ലാത്തതാണ്. അത്തരത്തിലൊരു സിസ്റ്റമാറ്റിക് ആയ മെന്റർഷിപ്പ് സംവിധാനവും അതിന്റെ കൂടെ എക്സ്പേർട്സ് നയിക്കുന്ന അക്കാദമിക്സുമാണ് XandYയെ വ്യതിരിക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ സ്റ്റുഡൻസിന്, നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫേവർ എന്ന് പറയുന്നത്. ആ രൂപത്തിൽ അത്തരത്തിലൊരു സിസ്റ്റത്തിലൂടെ അവർ പഠിക്കട്ടെ, ഉയരങ്ങളിലെത്തട്ടെ.